പാലക്കാട് മത്സരത്തിനില്ലെന്ന് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്നെ മുൻപ് മത്സരിക്കാൻ പറഞ്ഞത് പാർട്ടിയാണ്. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും, വേണ്ടെന്ന് പറഞ്ഞാൽ ഇല്ല. പാലക്കാട് MLA ഓഫീസിലെത്തിയതായിരുന്നു രാഹുൽ. സൗജന്യമായി നൽകുന്ന സ്മൈൽ പദ്ധതിയിലെ വീടിന്റെ താക്കോൽദാനവും MLA നടത്തി. നിലവിൽ പാർട്ടി അംഗത്വമില്ലാത്ത ആളാണ്. മറ്റു വിഷയങ്ങളിൽ കമന്റ് ചെയ്യാൻ പറ്റില്ല. പാർട്ടിക്ക് വേണ്ടി പ്രചാരണം നടത്താനും പറ്റില്ല. കാരണം ഞാൻ പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടയാളാണ്. സ്വതന്ത്രനായി മത്സരിക്കില്ലെന്ന് രാഹുൽ പറഞ്ഞു. കോൺഗ്രസുകാർ അങ്ങനെ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. എന്നെ മത്സരിപ്പിച്ചത് പാർട്ടിയാണ്. മത്സരിക്കാൻ പറഞ്ഞ മത്സരിക്കണ്ടെന്ന് പറഞ്ഞാൽ മത്സരിക്കും. ആയിക്കോട്ടെ, അപ്പോഴും പാർട്ടി തീരുമാനിച്ചോട്ടെ. ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ വന്നതാണ്, 1.5 വർഷം ആയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ മത്സരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യത്തെ വിഷമത്തോടെയാണ് കാണുന്നത്. അത് ഞാനൊരു പൊതുപ്രവർത്തകനായിട്ട് ഒരു 18 വർഷത്തിലേറെയായി. ഈ 18 വർഷത്തിനിടയിൽ ജനപ്രതിനിധിയായത് 1.5 വർഷം മാത്രമാണ്. പൊതുപ്രവർത്തനത്തിന് ജനപ്രതിനിധിയാകണം എന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ള ആളൊന്നുമല്ല ഞാൻ. പാലക്കാടിൻ്റെ സെക്കുലർ പാരമ്പര്യം എല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന തീരുമാനം പാലക്കാട് എല്ലാ കാലത്തും എടുത്തിട്ടുണ്ടല്ലോ. പാലക്കാട് വലിയ ചലഞ്ചുകൾ ഉണ്ടാകുമ്പോഴും ഒക്കെ പാലക്കാട് ആ തീരുമാനം എടുത്തിട്ടുണ്ട്. ആണോ? മന്ത്രി ഗണേഷ് കുമാർ വിഷയത്തിൽ പിങ്ക് പോലീസ് കൊട്ടാരക്കരയിലെ വീട്ടിലെത്തിയോ എന്ന് രാഹുൽ ചോദിച്ചു. SP വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? കൊട്ടാരക്കര മേഖലയിൽ നിന്ന് 112ലേക്ക് ഏതെങ്കിലും ഒരു സ്ത്രീ വിളിച്ച് പരാതി പറഞ്ഞിട്ടുണ്ടോ? ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ സ്ഥലത്തേക്ക് പിങ്ക് പോലീസ് എത്തിയിട്ടുണ്ടോ? പിങ്ക് പോലീസ് എത്തിയിട്ടുണ്ട് എങ്കിൽ എന്ത് നടപടി സ്വീകരിച്ചു? SP ആ വിഷയത്തിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ? ഇത്ര ചില ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങളത് ചോദിക്കുന്നില്ല. എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങൾ ചോദിക്കാത്തതുകൊണ്ട് ഞാനും ചോദിക്കുന്നില്ല. അപ്പോൾ പാർട്ടി ഒരു നടപടിയെടുത്ത് പുറത്തു നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്കിപ്പോൾ അത്തരത്തിലുള്ള അഭിപ്രായം പറയാൻ യാതൊരു വിധമായ സ്പേസും ഇല്ല, വോയിസും ഇല്ല. മുൻപും ഞാൻ ആ തീരുമാനങ്ങൾ എടുത്തിരുന്ന ഒരു ഫോറത്തിൻ്റെ ഭാഗമായിരുന്ന ആളല്ല. ഞാൻ തീരുമാനങ്ങൾ അനുസരിച്ചിരുന്ന ഫോറത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ പാർട്ടിക്ക് പുറത്തു നിൽക്കുമ്പോഴും തീരുമാനങ്ങൾ അനുസരിക്കുന്ന ഒരു പാർട്ടി അനുഭാവിയാണ്. ഓക്കെ. മന്ത്രിയെ അരുതാത്ത സാഹചര്യത്തിൽ കണ്ടതായി ഭാര്യ പോലീസിനോട് പരാതിപ്പെട്ടതിനെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു MLA. UTV ന്യൂസ്, പാലക്കാട്.